യാഗം നടന്ന സ്ഥലം അല്ലെങ്കിൽ യാഗഫലം തരുന്ന സ്ഥലം, അതാണ് പ്രയാഗ്. പ്രയാഗമെന്ന പദത്തിന് ഇന്ദ്രനെന്നും അശ്വമെന്നും മറ്റൊരർത്ഥം കൂടിയുണ്ട്. ഗംഗയുടെ സംഗമസ്ഥലങ്ങളെ ആധാരമാക്കി ഭാരതഭൂമികയിൽ അനേകം തീർത്ഥസ്ഥാനങ്ങളുണ്ട്. ആ തീർത്ഥസ്ഥാനങ്ങളിലാണ് പ്രധാനപ്പെട്ട 14 പ്രയാഗുകൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രയാഗ് രാജ്. ഗംഗ, യമുന, സരസ്വതി ഇവയുടെ സംഗമസ്ഥാനമായ പ്രയാഗിന് തീർത്ഥരാജൻ എന്ന പേരുകൂടിയുണ്ട്. ഗംഗ, യമുന നദികളുടെ സംഗമം പ്രത്യക്ഷമായി ഇവിടെ കാണാനാകും. ഗുപ്തമായി ഒഴുകുന്ന സരസ്വതിയും ഇതിലേക്ക് സംഗമിക്കുമ്പോൾ ഇവിടം ത്രിവേണി സംഗമ ഭൂമി കൂടിയാകുന്നു. ഗോമുഖത്തിൽ നിന്ന് ഒഴുകി ഉത്തരകാശിയിലെ ഗംഗോത്രിയിൽ നിന്നാണ് ഭാഗീരഥി പുറപ്പെടുന്നത്. ഭാഗീരഥിയും അളകനന്ദയും ദേവപ്രയാഗിൽ സംഗമിക്കുന്നു. അവിടം മുതലാണ് അത് ഗംഗയായി ഒഴുകുന്നത്. പ്രയാഗരാജ്, രുദ്രപ്രയാഗ്, കർണപ്രയാഗ്, ദേവപ്രയാഗ്, നന്ദപ്രയാഗ് എന്നീ സംഗമഭൂമികളാണ് തീർത്ഥാടനത്തിൽ മുന്നിൽ നിൽക്കുന്നത്. മത്സ്യപുരാണമനുസരിച്ച് വിശ്വത്തിൻ്റെ ലയകാലത്തിൽ പ്രയാഗിന് നാശമുണ്ടാകുന്നില്ല. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ പ്രയാഗത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉത്തരഭാഗത്ത് ബ്രഹ്മാവ് ഗുപ്തരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. വിഷ്ണുവാകട്ടെ വേണീമാധവന്റെ രൂപത്തിലും ശിവനാകട്ടെ അക്ഷവടത്തിൻ്റെ രൂപത്തിലും അവിടെ സ്ഥിതി ചെയ്യുന്നതായിട്ടാണ് വിശ്വാസം. പ്രധാനപ്പെട്ട എല്ലാ പുരാണങ്ങളിലും തീർത്ഥമാഹാത്മ്യങ്ങളിലും ഇതിഹാസങ്ങളിലും പ്രയാഗ്രാജിനെ കുറിച്ച് പലതരത്തിൽ വർണ്ണനകളുണ്ട്. യമുനയെ പ്രാണനെ നയിക്കുന്ന ശക്തിയായാണ് നാം സ്വീകരിക്കുന്നത്. ഭഗവാന്റെ പാദത്തെ പ്രാപിക്കുവാനുള്ള ഉപാധിയായിരിക്കുന്നത് എന്താണോ അതാണ് ഗംഗ. ശബ്ദത്തിൻ്റെ ശക്തിഭാവമാണ് ഗംഗയ്ക്ക്. അതുകൊണ്ടാണ് ഗംഗ ജ്ഞാനരൂപിണിയായി പരിലസിക്കുന്നതും. അപാനവായുവിൻ്റെ സ്വരൂപത്തിൽ ശബ്ദത്തിന് കാരണമായും അന്നപാകത്തിന് മൂലമായിരുന്ന ശരീരത്തെ നിയന്ത്രിക്കുന്നവളുമാണ് സരസ്വതി. ദുർവാസാവിൻ്റെ ശാപത്തെ തുടർന്ന് ജരാനരകൾ ബാധിച്ച ദേവന്മാർ പാലാഴി കടഞ്ഞ് അമൃതെടുത്തു. അമൃതിനെ ചൊല്ലി ദേവന്മാരും അസുരന്മാരും യുദ്ധമാരംഭിച്ചു. അസുരന്മാരിൽ നിന്ന് അമൃത് രക്ഷിക്കാൻ ഇന്ദ്രപുത്രനായ ജയന്തൻ അമൃതകുംഭവുമായി 12 ദിനം തുടർച്ചയായി ഓടിയെന്നാണ് ഐതിഹ്യം. ഓട്ടത്തിനിടെ 4 സ്ഥലങ്ങളിൽ ഇന്ദ്രപുത്രൻ അമൃത് താഴെ വെച്ച് വിശ്രമിച്ചു. ഗംഗയിൽ ഹരിദ്വാറിലും, ഗോദാവരിയിൽ നാസിക്കിലും, ക്ഷിപ്രാ നദിയിൽ ഉജ്ജയിനിയിലും, ത്രിവേണി സംഗമസ്ഥാനമായ പ്രയാഗിലുമാണ് ഇന്ദ്രപുത്രൻ അമൃതകുംഭം വച്ചത്. ഇങ്ങനെ വെക്കുന്നതിനിടെ 4 ഇടങ്ങളിൽ അമൃത് തുളുമ്പി വീണു. ഇന്ദ്രപുത്രനല്ല, ഗരുഡനാണ് അമൃതുമായി പറന്നതെന്ന മറ്റൊരു ഐതിഹ്യം കൂടി കുംഭമേളയ്ക്കുണ്ട്. 12 വർഷത്തിലൊരിക്കൽ നദികളിൽ അമൃതിൻ്റെ സാന്നിധ്യമുണ്ടാകുമെന്നും അന്ന് സ്നാനം ചെയ്താൽ പുനർജന്മരഹിതമായ മോക്ഷം നേടുമെന്നുമാണ് വിശ്വാസം. ഹൈന്ദവ ധർമ്മത്തിലെ എല്ലാ ധാരകളിൽ നിന്നുമുള്ള സ്വാമിമാർ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കുംഭമേളകളിൽ സ്നാനത്തിനെത്തും. സപ്തർഷികളെപ്പോലുള്ള ദിവ്യ ഋഷിമാരും ആ സമയത്ത് അദൃശ്യരായി എത്തുമെന്നാണ് വിശ്വാസം.